ഗൈസ്, നിങ്ങൾ ഇപ്പം ഈ ഓഡിയോ കേൾക്കണത് ഞാനൊരു ഒന്നല്ല ഒരു 2-3 മണിക്കൂർ മുമ്പേ ഞാൻ ഇതേ വീഡിയോ റെക്കോർഡ് ചെയ്തു. ഗൈസ്, ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ എയിം എന്നാന്ന് പറഞ്ഞ് ആ എപ്പിസോഡിൻ്റെ എയിം ഞാൻ കംപ്ലീറ്റ് ആക്കി. പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ റെക്കോർഡറിൻ്റെ ഭാഗത്തേക്ക് നോക്കിയ സമയത്ത് റെക്കോർഡറിൻ്റെ ബട്ടണേ കാണാനില്ല. ഗൈസ്, ഈ സാധനം കണ്ട, ഈ സാധനം ഈ ഓടി കളിക്കുന്ന സാധനം കണ്ടോ? ഈ സാധനം കാണാനില്ല. അപ്പം എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ നേരെ ബാക്ക് ഇറങ്ങി. അന്നേരം എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഒന്ന് ചിന്തിച്ച് നോക്കണം, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബാക്ക് ഇറങ്ങി നേരെ വന്നു, ഗാലറി കയറി വീഡിയോസ് എടുത്ത് നോക്കി, വീഡിയോ ഇല്ല. അപ്പം അപ്പം തന്നെ ഞാൻ നേരെ റെക്കോർഡർ പിന്നെ ഓണാക്കി ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയണു. അപ്പോൾ നിങ്ങൾ ഓർക്കണം ഞാനിവിടെ എന്തുണ്ടാക്കിയെന്ന്. ഗൈസ്, ഞാനിവിടെ ഒരു അയൺ ഫാം ഉണ്ടാക്കുന്നു. ഗൈസ്, അയ്യോ, പിന്നെ മുന്നത്തെ മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ഞാൻ കുറേ കാര്യങ്ങൾ പറയണത് അതൊക്കെ ഇനി പറയാൻ വയ്യ. ഗൈസ്, പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മരിച്ചു വേണമായിരുന്നു. അതിനുശേഷം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ. കാരണം നമ്മൾ ഡയമണ്ട് അപ്പുറം പോയി. പക്ഷേ അതിന് പകരം ഞാൻ 17 ഡയമണ്ട് ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഗൈസ്, ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ സെക്കൻഡ് എപ്പിസോഡിനാണ്ട് അവനെ കൊന്നതാണ്. അതിൻ്റെ അച്ചീവ്മെൻ്റ് അല്ലല്ലോ, റെസിപ്പി എനിക്കാണല്ലോ 5 ലീഡിൻ്റെ. ഇപ്പം പിന്നെ അതാണല്ലോ പോയിരുന്നത്. എന്തിനാണ് ഈ ഗെയിം ഇങ്ങനെ? ഗൈസ്, ഇതിനകത്ത് നമുക്ക് കുറച്ച് വില്ലേജേഴ്സിന് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിനി ഒരു 28 ഫുഡ് വേണം. ഗൈസ്, 28 ഫുഡ്. അതെന്ത് ഫുഡ് എടുക്കുമോ എനിക്കൊരു എടുത്തില്ല. ക്യാരറ്റ് എടുത്താലോ എന്നാണെങ്കിൽ സിങ്കർത്താലോലെ സെട്ടിക്കാനാനേ സെത്തേരാനാനേ എന്തൊക്കെയാണേ അയ്യോ ഗൈസ്, ഞാൻ നിൽക്കട്ടോ ഗൈസ്. എനിക്ക് പിന്നെ വീഡിയോ ഇടാൻ പറ്റാത്തത് വേറെ കുറേ ഇങ്ങനെയുള്ളത്. ഗൈസ്, ഈ പനിയായിരുന്നു ഗൈസ്, ഭയങ്കര പനിയായിരുന്നു. പനി ഇപ്പോഴും മാറിയിട്ടില്ല. പനി മാറിയെങ്കിലും നീർക്കെട്ടിൻ്റെ വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അതുകൊണ്ട് ഒത്തിരി വൈകിപ്പോയത്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് 45-30. ഓക്കെ, ക്ലച്ച് ചെയ്യാനാ. മൂഞ്ചിയും ഒന്ന് വയസ്സ്. ഇല്ല ഗൈസ്, മൂഞ്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് എടുക്കണം. മരക്ക് തിന്നായിട്ട് കൊടുക്കാം. എനിക്ക് നല്ല വിഷമം ഗൈസ്. എന്നാലും സോറി. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാറുണ്ട് ഗൈസ്. സ്പീഡപ്പിൽ നമുക്ക് ഫുഡ് അവിടെ കിടക്കണം ഗൈസ്. ഈ ലാഗ് ഉണ്ടല്ലോ, ലോഡിങ് സ്ക്രീൻ ഇഷ്ടമല്ല. ഫുഡ് എടുത്തിട്ടില്ലേ? പശുവിന് വയ്ക്കാറ് ഞങ്ങൾക്കറിയാം. വില്ലേജിലേക്ക് തിരിച്ചോളൂ. ഞാനവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗൈസ്, ഈ ലോഡിങ് സ്ക്രീനല്ല, ഈ ലാഗ് മാറ്റാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. ഭയങ്കര ലാഗ്. ക്യാരറ്റ് വേണം ഗൈസ്.
വേണ്ട വേണ്ട, ക്യാരറ്റ് വേണ്ട, ഇതായാലും മതി. മമ്മിയൊന്നും നമുക്ക് ഈ വാതിലടച്ചിട്ട് സിംഗർത്താല പോലെ. ഓക്കെ ഗൈസ്, വാതിലടച്ചിട്ടുണ്ട്. പക്ഷേ ജനൽ തുറന്നു ഗൈസ് കിടക്കുന്നു. അയ്യോ, നിക്കർ കയറ്റെടുത്ത്. ഗൈസ് അപ്പോൾ നിക്കർ കയറ്റെടുത്ത് പറഞ്ഞാൽ എന്താണെന്ന്. ഗൈസ് എന്നെ നിക്കർ ഭയങ്കര ലൂസാണ് ഗൈസ്. അത് എണീച്ച് പോകുമ്പോൾ ഇങ്ങനെ ഊർന്നു. നിങ്ങളാരെങ്കിലും കവനിട്ടുണ്ടെങ്കിൽ നെറ്റാണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഗൈസ് ഇങ്ങനെ ഊർന്നോണ്ട് നിക്കറിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ വില്ലേജ് ചേട്ടന്മാർക്കുള്ള ഫുഡായിട്ടുണ്ട്. അതില്ല ഐ അറോ എന്നോട്. ഹലോ മച്ചാ, അതിന് ശബ്ദം കേട്ടാ ഒന്നാണ് ചോദിച്ചോ, ഒന്നാണ് കേട്ടില്ലേ കേട്ടോ. നല്ല സ്ഥലം ഗൈസ്. നമുക്ക് ഇവിടെ പോയിട്ട് ബാക്കി മൊത്തം നമുക്ക് കുറച്ചെടുക്കാം. ഒരു ബാച്ച് ബാക്കിയുള്ള അവരുടെ ഗൈസ്. നമുക്കൊരു ബാച്ചിൻ്റെ ആവശ്യമുള്ളൂ. നമുക്കിനി തിരിച്ചു പോകാൻ ഇവനെന്താ ഗൈസ് പീസുള്ള ഗൈസ്. അതുകൊണ്ട് ഒന്ന് തട്ടിയതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെങ്ങനെ പൈസ എടുക്കുന്നത്? എനിക്കതിനെ കൊല്ലണതിൽ വലിയ താല്പര്യമില്ല. അതിൻ്റെ തൊണ്ട എങ്ങനെയാണ് കിട്ടണമെന്ന് അറിയില്ല. ഒന്ന് പറയാമെന്നേ പറയണേ. ഞാനത് പല വീഡിയോസിലും ഷെയർ ചെയ്യണം കണ്ടിട്ടുണ്ട്. അതെങ്ങനെ പക്ഷേ അതിന് വേറൊരു ടൂളും ഉണ്ടോ? ഞാനപ്പോൾ വീടെത്തിയിട്ട് ഞാനിവിടെ തന്നെ കിടന്നാൽ ഉറങ്ങി നമുക്ക് വീട്ടിലേക്ക് നടന്നു പോകും ഗൈസ്. അന്നേരം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് നമ്മുടെ ഒപ്പം കളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു സെർവർ വാങ്ങും. ഹോസ്റ്റ് നമ്മളെന്താ ഒരു സംഭവം സെറ്റാക്കുന്നുണ്ട് ഗൈസ്. ഒരു സെർവറാണ് നമ്മൾ സെറ്റാക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനകത്ത് വന്നെന്ന് ഞാനിപ്പോഴേ പറയാണ് ഗൈസ്. പിന്നെ പബ്ജി കളിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോരെ. ഞാൻ എൻ്റെ ഐഡിയ ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗൈസ്. വേണമെങ്കിൽ പോരെ. ഫ്രണ്ട് റിക്വസ്റ്റ് ഗൈസ്. ഞാൻ വലിയ പ്ലെയറൊന്നുമല്ല കേട്ടോ, വേറെ ന്യൂബാണ്. അപ്പോൾ അതൊക്കെ ഓർത്ത് വരുവാണെങ്കിൽ തന്നെ വരില്ലെന്നറിയാം. എന്നാലും ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഗൈസ്. ഞാൻ പബ്ജി കളിക്കുന്നത് തന്നെ മൈൻക്രാഫ്റ്റ് എടുത്ത് തലയ്ക്ക് പെരുത്തിരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഗൈസ്. റിലാക്സേഷൻ
അത് തന്നെ റിലാക്സേഷൻ. ഓക്കെ സംഭവം. ഓക്കെ ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ. പോവാ ക്രാഫ്റ്റ് ചെയ്യുക. ഗൈസ് പിന്നെ എനിക്ക് നാക്കിലാണി വന്നത്. നിങ്ങൾക്ക് അറിയില്ല മാറ്റാൻ വഴി അറിയുമെന്ന് പറയണ്ടോ ഗൈസ്. ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്, ഭയങ്കര പണിയാണ്. പിന്നെ ടാസ്ക് പിടിച്ച് എവിടെയാണെന്നറിയോ ആണി വരുന്നത് അത് നാക്കിൻ്റെ തുമ്പത്ത്. ഗൈസ് പിന്നെ ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ ഒരു ഊഹം പറ്റുമോ? ഞാൻ എത്രയാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു ഊഹം പറഞ്ഞാൽ മതി ഞാൻ എത്രയാണ് പഠിക്കുന്നത്. ഞാൻ പറയണ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാലോ ഗൈസ് ഞാൻ എത്ര രൂപ പഠിക്കുന്നത്. എൻ്റെ ശബ്ദം കിട്ടി വരാൻ സാധ്യത കുറവായിരിക്കും, കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പനി കൂടാനോ. പിന്നെ ഗൈസ് നമ്മുടെ പട്ടിക്കുള്ള പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടോ ഗൈസ് പ്ലീസ്? നമ്മുടെ അല്ല നമ്മുടെ പട്ടിക്കൂട്ടൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ പേരിടുന്നത് വരെ ഞാൻ പട്ടിക്കൂട്ടൻ എന്ന് വിളിക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ ഗായിനെ വേറെ കാണാമല്ലോ. ബ്രോ വേറെ അറിയൂ ഞാനിവിടെ എവിടെ ഇരുത്തി പിന്നെ കാണാനില്ല. വേണമല്ലേ ഇവിടെ താഴത്തെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നതാണ് ഗൈസ്. നേരെ മണ്ണിൽ പോയിട്ട് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ബ്രീഡാവട്ടെ ഗൈസ്. ഓക്കെ ഗൈസ് നമുക്ക് ഒളിഞ്ഞിരുന്ന് നോക്കാം ഗൈസ് എന്താ സംഭവിക്കുന്നത്. വാട്ട് ഈസ് ഗോയിങ് ഓൺ ദേർ? Nothing happens. What the heck? Hey, വാടാ വന്നിട്ടങ്ങടാ ഇല്ലടാ. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് സാറെന്താ ചെയ്യുന്നത്? ഷോർട്ടേജ് പോയിക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ് ഇന്ന് റെഡ് പാർട്ടിക്കിൾ കണ്ടു. ഓക്കെ സക്സസ് ആണ്. നമുക്കിപ്പോൾ ഇനി അടുത്തത് കുറച്ച് കൂടെ ഫുഡ് ഇട്ട് കൊടുക്കണോ? ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്, കുറേശ്ശെ ലാഗുണ്ട്. ഇപ്പം ഞാൻ അടിക്കാനും അപ്പോൾ ഗൈസ് നമുക്ക് അതിൻ്റെ സ്റ്റോറേജ് പരിപാടികളിലേക്ക് കിടക്കാം. ഇച്ചിരി ഇല വെട്ടിയെടുക്കാം ഗൈസ്. നിങ്ങൾ റെസിപ്പിയാണല്ലോ എനിക്കിത് തന്നെ മതി. Meow 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 meow. ഗൈസ് പൂച്ചക്കുട്ടികൾ ചത്തുപോകുന്നു. വിഷമമുള്ളവർ ലൈക്ക് അടിക്കൂ, സബ് ചെയ്യൂ, അടുത്ത വീഡിയോയ്ക്കായി കമൻറ്റ് ചെയ്യൂ. ഒന്നും വന്നില്ല പ്രശ്നം. നമുക്കൊരു എൻക്ലോസർ പോലെ ഉണ്ടാക്കട്ടെ. പറ്റും
ഞാൻ പുതിയൊരു കണ്ടോണ്ട് ചത്തു പോകുന്നു. അപ്പോൾ ഗൈസ് ഞാൻ നോക്കുന്ന വഴിയും എൻക്ലോസറൊക്കെ സെറ്റാക്കി അതിന് കൂടെ സ്പോണാണ് നോക്കിയിട്ട് ഗൈസ്. അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് സെറ്റാക്കി ഇട്ടിടാം. ബൈ. അയ്യോ ഗൈസ്, ഞാനേ ഫുഡ് കിട്ടി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അവിടെ പരിപാടികൾ നടക്കട്ടെ. നിന്നിട്ട് വരാം. ഞാനത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് വരും. അപ്പോൾ കഴിക്കാൻ പെട്ടെന്ന് വരാം. ദേ വന്നു പറഞ്ഞുകൊണ്ട് പോയി തരാട്ടെ. വേറെ കഴിയുന്നത് നമുക്ക് അടിപൊളി. എന്താ പൊന്നടാ മഴ. മഴ ഭയങ്കര ലാഗാക്കണ കാര്യം കേട്ടോ. പാസ്വേഡ് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഓക്കെ, പാസ്വേഡ് നമ്മളിപ്പോൾ വില്ലേഴ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടി കാണിച്ചാണ്ട് നമുക്കിപ്പോൾ പോയി കാണിച്ചു തരാം. അല്ലെങ്കിൽ നമുക്ക് സംശയമാണ്. കണ്ടു റീഡിങ് കുറേ ഫുഡ് കൊടുത്തു ഗൈസ്. എനിക്ക് ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര ഫുഡ് കഴിക്കുമോ? ഞാൻ എത്ര സ്ഥലം ഫുഡ് അറിയോ? മേവ് മേവ് നോക്കി നമുക്ക് ടൈം ചെയ്യാം ഗൈസ്. വണ്ടി ഇതിനകത്ത് നമുക്ക് വീടില്ല ഗൈസ്. വണ്ടിയുടെ ശബ്ദം ഉണ്ടാവും. ക്ഷമിക്കുക. അവിടെ ഇത് ഓണല്ലേ? അതൊരു നമുക്കപ്പോൾ നോക്കാം. നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇടുക. അപ്പോൾ കുറച്ച് നേരം ചിന്തിക്കാം. അതുകൊണ്ട് ഞങ്ങൾ സ്പീഡപ്പാണ് ഗൈസ്. ഗൈസ് നമ്മൾ രാത്രി പോകാം. ഗൈസ് മിനിമണിക്ക് ഇവിടെ വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ബോട്ട് ചെയ്യാം ഗൈസ്. ചെയ്യുമ്പോൾ വില്ലേജർ ബോട്ടിലേക്ക് കാണാം. അയ്യോ ഗൈസ്, ഇതിലെന്തൊരു മീൻ കിട്ടാത്തത്? നമുക്ക് ഈ 3 മീൻ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം ഗൈസ്. നമുക്ക് ഓടി നടക്കും പൂച്ചയെ പിടിക്കാം. ട്രെയിനാ എന്തൊരു തമ്പിയത്? അതെ, ഇവിടെ അങ്ങനെ കാണാൻ പോകുന്നില്ല. 30 പേരുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുവഴി പോയാൽ ഞാൻ പെട്ടു. തിരിച്ച് കയറാൻ പോലും പറ്റില്ല. ഉറപ്പാ നമുക്കൊരു ക്ലച്ച് എടുക്കാൻ പറ്റുന്ന. അയ്യോ ഞാനപ്പോഴേ വില്ലേജൊക്കെ ഒന്ന് വലുതായിട്ട് വരാം. വയ്യ ഗൈസ്, എന്തൊരു പതിയെ വലുതാവുന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്നാൽ പൂച്ചയും അവിടെ പ്രതിഫലമായിട്ട് ഈ പൂച്ച മാത്രം ഉള്ളത് ഇവിടെ ഈ രാജ്യത്ത്.
ഈ പൂച്ച പിടിക്കണം. ഇപ്പം എൻ്റെ തത്തയുണ്ട്, പൂച്ചയുണ്ട്, ഓടരുത് കിട്ടോ, ഓടല്ല കിട്ടാ. അയ്യോടാ പാവങ്ങൾ മകളെ, മക്കളൊക്കെ പടാ മകളെ. എൻ്റെ പൂച്ച കപ്പം. അയ്യോ കുറച്ചുകൂടെ മീൻ പിടിക്കാൻ കഴിയും. അപ്പം ഞാൻ മീൻ പിടിച്ചു കഴിഞ്ഞിട്ട് പോരാട്ടോ, കുറച്ച് മീൻ പിടിക്കാം. അല്ല ഗൈസ്, നമ്മുടെ ഒരു ക്യൂട്ട് കുട്ടിയെ നമുക്ക് കിട്ടി. നേരിക്കുന്നു നമ്മുടെ ക്യൂട്ട് കുട്ടിയെ. അല്ല കുട്ടിയെ ഗൈസ് നമ്മുടെ ചങ്ങ് പെട്ടിയിട്ടുണ്ട്. ഗൈസ് നമുക്കിനി യാത്രയാകാം. ഗൈസ് നമ്മുടെ സിറ്റിയിലാണ് ജീവിക്കണം. അപ്പോൾ നമുക്ക് ആംബുലൻസ് സെറ്റാക്കണം. ഞാൻ മ്യൂട്ട് ചെയ്യട്ടെ. ക്ഷമിക്കുക. എനിക്ക് എത്ര പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് ഒരു ഇപ്പോൾ സമയത്തേ 9 മണിയാണ് പറയുക. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത് ഒരു 5 മണി ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര നേരം എടുത്തിട്ടുണ്ടാവും വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഇപ്പോൾ സമയം 9 മണി, ഞാൻ 5 മണി ഫ്യൂച്ചർ പറഞ്ഞ നിൽക്കണ പറയാം. പടായി എങ്ങ് പോടായി നരകത്തി. അപ്പോൾ ഗൈസ് ഞാനൊന്ന് ഇതൊക്കെ ഒന്ന് സ്പീഡപ്പ് ആക്കിയിട്ട് വരാം ഗൈസ്. അയ്യോ ഗൈസ്, നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട്. നേരെ താഴത്തേക്ക് കാണാം. നമ്മളുണ്ട് ഇങ്ങനെ പോവാ. എന്നിട്ട് നേരെ മേടിക്കാം. അയ്യോ താഴെ പോയില്ലേ, താഴെ പോയി. നല്ല പ്രശ്നമില്ല. ഇവിടെ ഷോർട്ട് കട്ടുണ്ട്. ഇവിടെ നിന്ന് മേടിക്കുക. എന്നിട്ട് ഇപ്പം അവിടെ കുറച്ച് പച്ച കളർ വില്ലേജേഴ്സ് കാണാനുണ്ടാവും. അവന്മാരെ പിടിച്ച് വെട്ടിപ്പള്ള കളയാം. അതിന് വേണ്ടിയാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങിയത്. പണിയെടുക്കാത്തവന്മാരെ നമ്മൾ കൊല്ലും. പോടാ പണിയെടുക്കില്ലാത്ത ഇവിടെ വേണ്ട. ഇനി ആരുണ്ട് ഇവിടെ പണിയെടുക്കാത്ത? എടുക്കടാ പണി. പോയിട്ട് ഇച്ചിരി ബ്രെഡ് എടുത്തോണ്ടിരാൻ ഗൈസ്. ബ്രെഡ് ആവുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ഗൈസ്. നമുക്ക് ഇച്ചിരി ബ്രെഡ് എടുത്തോണ്ടിരാം. ധീര. അയ്യോ ബ്രെഡ് ഉണ്ടോ ഇത്? ഇല്ല ഗായ്സ്, നമ്മൾ പെട്ടു ഗായ്സ്. അപ്പം എന്ത് ചെയ്യും? വാട്ട് ഐ വുഡ് ഡു? ഞാനെങ്കിലും ഇവിടെ വന്നിട്ടേ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. സമയമില്ല. അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റാക്കിയിട്ട് ഓടി വരാം ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. പോയിട്ട് വരാം. ഓ ഷിറ്റ്, എന്ത് പറ്റി ഗൈസ്? എന്തോ പറ്റി? വാട്ട് ഈസ് എ പ്രോബ്ലം? അത് സോൾവ് ചെയ്യാം. ഗൈസ് ചെറിയൊരു പണി പറ്റി. നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോരാം ഗൈസ്. ഞാനതൊന്ന് സെറ്റാക്കിയിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മൾ പിന്നെ ഇതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു പരിപാടിയില്ല. നമുക്ക് ഇതൊക്കെ ഒന്ന് പൊളിച്ചളയാം. അയ്യോ ഞാൻ പോയി.
നമുക്ക് അതൊക്കെ ഒന്ന് പൊളിച്ചോളാം ഗൈസ്. കൺഫേം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചോളണം. അതിന് മുമ്പ് ഇവിടെ വെച്ച് ഈ ബ്ലോക്ക് ഒന്ന് നശിപ്പിച്ചോളാം. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കാം, ഇവിടെ ഒരു ലീഫ് വയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ആ പരിപാടിയെല്ലാം പോയുണ്ട്. നമുക്കിനി ഈ ബ്ലോക്കൊക്കെ പൊട്ടി തുടങ്ങാം. ഹലോ ഗൈസ്, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കൺഫേം മപ്പ് സാധനം ഒന്നും പറയാനില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണ മോഡലാണ്. മുമ്പത്തെ മോഡൽ ഞാൻ വേറെ രീതിയിലാണ് ഗൈസ് ട്രൈ ചെയ്തിട്ടുള്ളത്. അയ്യോ ശ്വാസം മുറട്ട ഗൈസ്, അയ്യോ ഗൈസ് വേറെ ഒന്നുമില്ല, ഞാൻ ശ്വാസം മുട്ടയെന്ന് പറഞ്ഞത്. ഇപ്പം എത്രയും 61 ഗൈസ്. എനിക്കുണ്ടല്ലോ പനിയായതുകൊണ്ട് എനിക്ക് ശ്വാസത്തിൻ്റെ ചെറിയൊരു തടസ്സമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പെട്ടെന്ന് ശ്വാസം എടുക്കേണ്ടി വരും. ഇപ്പം തന്നെ ഒരു സ്റ്റാക്ക് ആയി കേട്ടോ, ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്ക് ഇത്ര ആയി ഗൈസ്. ഗൈസ് അപ്പോൾ കൺഫേം സക്സസ് ആണ് എൻ്റെ. ഞാനൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. അയ്യോ ഗൈസ്, ഇതാണ് മോഡൽ, കൺഫേമിൻ്റെ മോഡൽ കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ എൻ്റെ ഇതിനകത്ത് കിട്ടണൊക്കെ അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഗൗഡം എന്ന് പറയുന്ന യൂട്യൂബറുണ്ട്, അതിൻ്റെ കയ്യിലുണ്ടാവുമായിരിക്കും. അതിൻ്റെ കയ്യിലുണ്ട് ഗൈസ്, ഓൻ്റെ കയ്യിലുണ്ട്. ആ നോക്കി നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും. ബ്രോ ഗൗഡം എന്നല്ലേ ബ്രോ? എനിക്ക് ചോദിച്ചോട്ടെ, അറിയില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ ഗൈസ്, ബൈ. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.